എതിർക്കാൻ നിൽക്കണ്ട മോളെ, വെറുതെയാ. അച്ഛന്റെ ഇഷ്ടമല്ലാണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നടക്കുകയില്ല. ഒറ്റ മോളല്ലേ നീ, നിനക്ക് ഗുണം വരുന്ന കാര്യമല്ലാണ്ട് അച്ഛൻ തീരുമാനിക്കുവോ? വേണ്ട, എന്റെ ഗുണവും ദോഷം ഞാൻ നോക്കിക്കോളാം. അതെന്നെ പട്ടണയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് മാധവക്കുറിപ്പം തീരുമാനിച്ചതാ. അച്ഛാ, മിണ്ടി പോകരുത്. ചത്തൂന്ന് കരുതി അല്ലേ? കൂലിക്കയച്ചവരെ പഴി പറയണ്ട, ചാവേണ്ടതായിരുന്നു. പക്ഷെ ചത്തില്ല. എന്താ നിന്റെ ഭാവം? കോയിക്കല മാധവക്കുറിപ്പ് പേടിക്കണം. അതെ, എന്നെ തല്ലി ചതച്ചതിന് പകപോക്കാൻ വന്നതല്ല. ഇവളോടൊരു വാക്ക് ചോദിക്കണം. എന്നോടൊപ്പം ഇറങ്ങിപ്പോരുന്നോ ഇപ്പോ, ഈ നിമിഷം? അതെ, നിന്റെ സേതുവേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. നിന്റെ അച്ഛനെന്നല്ല, കാലൻ പോലും നമ്മളെ തടയില്ല. വരുന്നുണ്ടെങ്കിൽ ഇറങ്ങന്റെ കൂടെ. എന്താടി മടിച്ചു നിൽക്കുന്നത്? ഇറങ്ങിപ്പോയിക്കോ. അയ്യോ, കാലോ വളരുന്നെന്ന് നോക്കി. ഇത്രയും കാലം നിന്നെ പോറ്റിയ ഇവൾക്കും എനിക്കുമല്ല. ഇവന്റെ വാക്കിനാണ് വിലയെങ്കിൽ ഇറങ്ങിപ്പോടി, ആരും തടയില്ല. പക്ഷേ രണ്ടാളും തിരിച്ചു വരേണ്ടി വരും, ഞങ്ങൾക്ക് പിണ്ണം വയ്ക്കാൻ. മോളെ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നിന്റെ അമ്മയെയും കൊന്ന് ഞാനും ജീവിതം അവസാനിപ്പിക്കും. കോയിക്കല മാധവക്കുറുപ്പിന് തോൽക്കാൻ അറിഞ്ഞുകൂടെ മോളെ? പൊയ്ക്കോ. ആട്ടി ഇറക്കിയപ്പോഴോ ഇരുട്ടടി അടിച്ചപ്പോഴോ ഞാൻ തോറ്റില്ല. ഇപ്പൊ ഞാൻ തോറ്റുപോയി ഭാവി. ഇനി ഞാനില്ല, ഈ നാട്ടിലേക്കില്ല. മോളെ, മോനെ മിഠായി. വേണ്ട, അപ്പൂപ്പന്റെ മിഠായി മേടിച്ച അച്ഛൻ എന്നെ തല്ലും. മോളെ, അച്ഛനിപ്പോ വന്നത് നിന്നെ ഒന്ന് കാണാൻ. നാളെ ഇടവം 12 നിന്റെ അമ്മയുടെ ശ്രാദ്ധം. ശ്രാദ്ധമൂട്ടാൻ നിന്നെയും മോനെയും കുട്ടിക്കൃഷ്ണൻ വിടില്ലെന്ന് എനിക്കറിയാം. തറവാടോ കൈവിട്ടു,
അമ്പലത്തിലെങ്കിലും നിന്റെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ മോളെ? ഞാൻ വിചാരിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. നിന്നെ ബുദ്ധിമുട്ടിക്കാനല്ല വന്നത്. നിത്യച്ചിലവിന് പോലും ഞാനിന്ന് കഷ്ടപ്പെടുകയാണ് മോളെ. അതെ, വിറ്റ് തൊലയ്ക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു. ഉത്തീഷ, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കൈ നീട്ടുന്നത്, ഇവളുടെ പെറ്റമ്മയ്ക്ക് വേണ്ടിയാ. അച്ചി വീട്ടുകാരുടെ ശ്രാദ്ധവും അടിയന്തരവും നടത്താനുള്ള വകയൊന്നും കേച്ചേരിയിലെ കാരണവന്മാരുണ്ടാക്കി വെച്ചിട്ടില്ല. എന്താണ് ഇന്ന് മോങ്ങുന്നത്? കൊച്ചിന് കൊണ്ടുപോയി മരുന്ന് കൊടുക്ക. പോകത്ത്. അവളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? തെറ്റിയത് ഞാനാ, അനുഭവിക്കേണ്ടവരും ഞാനാ. ഒന്നും ആയില്ല, ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഉത്തീഷ, നിന്ന് കാല് കിടക്കാതെ പോ മനുഷ്യ. ഉത്തീഷ, ഇനി അതല്ല, കോയിക്കലക്കുറിപ്പിന് അകമ്പടി നിർബന്ധമാണെങ്കിൽ ഞാൻ ബാല്യക്കാരെ വിളിക്കാം, പടിയോളം അടിച്ചിറക്കാൻ. ഇറങ്ങി പോടോ കളവാ. അച്ഛാ, അമ്മയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. എനിക്കതല്ലേ വിധിച്ചിട്ടുള്ളൂ അച്ഛ. എന്റെ കർത്താവേ, പീടിക അടച്ചോ? എന്താ അന്തപ്പായി? കുറച്ച് പലഹാരം വേണമായിരുന്നു. പലഹാരോ? ആ. അതിപ്പോഴാ? എന്നും കൈനടി അവറാച്ചന്റെ പീടിക എന്നാ മേടിക്കാറ്. ഇന്ന് അങ്ങേര് നേരത്തെ പീടിക അടച്ചു. പലഹാരമില്ലാതെ വീട്ടിൽ ചെന്നാ കിടപ്പ് പുറത്താ. പിള്ളേരുടെ സ്വഭാവമാവക്ക്. പിള്ളേരും ഇല്ലല്ലോ, അവിടെ സന്തോഷമായി. എന്റെയും സന്തോഷം. ഇച്ചിരി പലഹാരം തായേ. അടച്ചതാ, വേണമെങ്കിൽ അന്തപ്പായിക്കായിട്ട് തുറക്കാം. വാ. നന്മ നിറഞ്ഞവനെ. പീഡിയ പലഹാരം തന്നെ ഞാനിവിടെ 2-3 മാസം കയറും. എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കണ്ട. എടിയത് കൈനടി അവറാച്ചന്റെ പലഹാരമാ. നിങ്ങളും നിങ്ങളുടെ ഒരു മുടിഞ്ഞ കൈനടിയും. അലിസേ, പുറത്ത് നല്ല കുളിരും തണുപ്പും. വല്ലാത്ത കുളിരല്ലോ. കല്യാണം കഴിച്ച് കൊല്ല ഏട്ടായി, ഇപ്പഴാ നിങ്ങൾക്ക് കുളിര്. എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കാറ മര്യാദക്ക് പുറത്തു മുറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാതിരാത്രി പലഹാരം, കൈനടി. എന്റെ കർത്താവ് തമ്പുരാനെ, ഇതിനെ വെച്ച് നോക്കുമ്പോ നിന്റെ കുരിശ് വല്ലതൊരു കുരിശാന്നോ? ഏതു അമ്മാവന് ഒന്ന് കാണാൻ വന്നതാ. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി നടക്കുന്ന ഈ തെണ്ടിയെ കാണാൻ കോയിക്കല മാധവക്കുറുപ്പ് ഇത്രത്തോളം വരണമായിരുന്നോ? എത്ര പറഞ്ഞാലും നിനക്ക് മതി വരില്ല, അറിയാം. എത്ര കേട്ടാലും എനിക്കുള്ള ശിക്ഷ അധികമാവില്ല. നിന്നെ കാണേണ്ടി വരുമെന്ന് കരുതിയതല്ല, കുമാരൻ മാഷ്ടാ പറഞ്ഞത്. കോയിക്കലെ കുറുപ്പ് ചായക്കട നടത്തുന്നു. വിധി. കോയിക്കല മൂത്ത ഉറുപ്പിന് കോടതി വരാന്തയിൽ സാക്ഷിപ്പണത്തിന് കൈനീട്ടാം. മരുമകൻ വിശപ്പടക്കുന്നതേ അമ്പലത്തിലെ പടച്ചോറിണ്ടിട്ടല്ല, വിയർപ്പൊഴുക്കി സമ്പാദിച്ചിട്ടാ. എനിക്കിതും ഇതിലപ്പുറവും അർഹതപ്പെട്ട ശിക്ഷയാണ്. നിന്നോടും നിന്റെ തള്ളയോടും ചെയ്ത ദ്രോഹത്തിൽ. കടങ്ങൾ ഓരോന്നോരോന്ന് വീട്ടുകയാണ് ചെയ്തതിനല്ല. നിന്നെ കണ്ടത് നന്നായി. കിട്ടാനുള്ളതിന്റെ ഒരു ഓഹരി നിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു തീർക്കാമല്ലോ. ഭാഗ്യയെ കാണാൻ പോയിട്ട് വരിക ഉച്ചയ്ക്ക്. നിന്റെ അമ്മായിയുടെ ശ്രാദ്ധമാ നാളെ. അമ്പലത്തിലെങ്കിലും ഒരു വിളക്ക് വെക്കാൻ. അമ്മുക്കുട്ടിക്ക് അത് വെച്ചിട്ടില്ല. വേണ്ട. എന്തു പറ്റി അമ്മാവ? എന്റെ മോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അനുസരിക്കാനേ അവളെ ഞാൻ പഠിപ്പിച്ചുള്ളൂ. എത്ര ദുഷ്ടനാണെങ്കിലും താലി കെട്ടിയവന് ഇഷ്ടമില്ലാത്ത അവള് ചെയ്യരുതല്ലോ. ഭാഗ്യക്ക് പെറ്റമ്മയെ വേണ്ടാതായി കാണും. പക്ഷേ അമ്മായി വിളമ്പിയ ചോറുണ്ടാണ് ഈ തടിമുറ്റിയത്. ശ്രാദ്ധമൂട്ടാൻ മക്കൾക്കാണ് അവകാശം, മരുമകനല്ല. മകനാണെന്ന് സങ്കല്പിച്ച് നാളെ ഞാൻ ഊട്ടും. അമ്മായിയുടെ ആത്മാവ് അത് സ്വീകരിക്കും. ചെയ്തു. അമ്മായിയുടെ ശ്രാദ്ധമൂട്ടാൻ പോയിട്ട് വരിക. അർഹതപ്പെട്ടവർക്ക് വേണ്ടാത്ത അർഹത ഞാൻ സ്വയം ഏറ്റെടുത്തു. സേതുവേട്ടാ, എന്തും
പറഞ്ഞോളൂ, കേൾക്കാം. പഴയ ഭാഗ്യ മരിച്ചു സേതുവേട്ട. അച്ഛൻ എന്നെ ഈ ജീവിതത്തിലേക്ക് ഒഴിഞ്ഞിട്ട് അന്നേ മരിച്ചു. ഇന്ന് ശാപവും ശകാരവും നന്നേ ശീലമായി. സേതുവേട്ടനായിട്ട് കുറയ്ക്കണ്ട. ഏത് കാര്യത്തിനും ആർക്ക് ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷേ ഓഹോ, കൊള്ളാം. കോയിക്കല പെണ്ണുങ്ങളുടെ പാരമ്പര്യം കൊള്ളാം. ഭർത്താവില്ലാത്ത നേരം നോക്കി മുറച്ചെറുക്കനെ വിളിച്ചു വരുത്തിയ ഒരു ശൃംഗാരം. കുട്ടിക്കൃഷ്ണ, പേടിപ്പിക്കാടോ. നിനക്കെന്താ ഇവിടെ കാര്യം? അമ്മാവനെ അടിച്ചിറക്കാൻ കഴിയുമെങ്കിൽ മുറച്ചെറുക്ക എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. മനസ്സിലായി. കേച്ചേരി കുടുംബക്കാരുടെ മര്യാദയും സംസ്കാരവും. മര്യാദയും സംസ്കാരവും നീ എന്നെ പഠിപ്പിക്കണ്ട. ഭർത്താവില്ലാത്ത നേരം നോക്കി രഹസ്യമായി മറ്റുള്ളവന്റെ ഭാര്യയെ കാണാൻ മരിഞ്ഞു കയറി വരുന്ന നീ. കുട്ടിക്കൃഷ്ണ, പിൻവാതിൽ ചാടിയല്ല ഞാനിവിടെ വന്നത്. ഒരു തറവാട്ടിൽ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ. താൻ പറഞ്ഞ മനസ്സായിരുന്നു എന്റേതെങ്കിൽ എന്റെ എച്ചിലെ തനിക്ക് കിട്ടുമായിരുന്നുള്ളൂ. സേതുവേട്ടാ, അരുത്. ഈശ്വരന് പോലും എന്നെ രക്ഷപ്പെടുത്താനാവില്ല. പിന്നല്ലേ സേതുവേട്ടൻ. എന്റെ മോൻ അച്ഛൻ വേണം. സഹിച്ചേ ഒക്കൂ. സേതുവേട്ടൻ ഈശ്വരനെ ഓർത്ത് പോ സേതുവേട്ട. കയറി പൊടിയാത്ത് എടി പോകാൻ. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു.